5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖത്ത് കൊളംബോയിൽ നിന്ന് നവി മുംബൈയിലേക്ക് പോയിട്ടുള്ള ഒരു കപ്പൽ തീ പിടിച്ച കഥ നമ്മൾ കേട്ടതായിരുന്നു. ഇപ്പോൾ ആ കപ്പൽ ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്ന രാസവസ്തുക്കൾ, എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ, ഒരു സമഗ്രമായി ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. കപ്പലിന്റെ വിഭാഗങ്ങളിൽ കപ്പലിൽ കൊണ്ടുപോകുന്ന വസ്തുക്കളെ, രാസവസ്തുക്കളെയും എക്സ്പ്ലോസീവ് ആയിട്ട് വസ്തുക്കളെയും വിവിധ വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വർഗീകരിച്ചിട്ടുള്ള, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 3, 4, 4, 1, 4, 2, 6, 6, 1 ഇങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ വിഭാഗത്തിൽ വരുന്നതാണ് പെട്രോൾ, ഡീസൽ, മെത്തലോൺ, അസിറ്റോൺ, ടാളോൺ, ബെൻവീൽ ഇങ്ങനെ തുടങ്ങിയ വസ്തുക്കളെല്ലാം വരുന്നത് ഈ മൂന്നാമത്തെ വിഭാഗത്തിലാണ്. വാൻഹായി എന്ന് പറയുന്ന 503 എന്ന് പറയുന്ന കപ്പലാണ്, സിംഗപ്പൂർ പതാകയുള്ള ഫ്ലാഗുള്ള കപ്പലാണ് മറിഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ അത് അടുത്ത ഒരു തമാശ എന്തെന്ന് വെച്ചാൽ, അതിനകത്ത് 4 എന്ന് പറയുന്ന ഈ ക്ലാസ് വിഭാഗം 4ൽ വരുന്ന വസ്തുക്കളാണ് ഖരവസ്തുക്കൾ. ഖരപദാർത്ഥങ്ങൾ കുറെ വരും, അതും അപകടകരമായ ഖരപദാർത്ഥങ്ങളാണ്. 4.1 എന്ന് പറയുന്നതാണ് വാതകങ്ങൾ. 4.2 ഖരപദാർത്ഥങ്ങൾ, 4.4 4.2 ഖരപദാർത്ഥങ്ങൾ. 4.1 എന്ന് പറയുന്ന വാതകങ്ങൾ ഇതിനകത്ത് ധാരാളമായി വന്നു. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് 3ൽ നേരത്തെ ഞാൻ പറഞ്ഞത് തീപിടിക്കാൻ സാധ്യതയുള്ള ധാരാളം നന്നായി തീപിടിക്കാൻ സാധ്യതയുള്ള വാതകങ്ങളാണ്. പിന്നെ അത് പോയിട്ട് 6.1 കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള വേറെ ചില പ്രശ്നങ്ങൾ, അത് വിഷവസ്തുക്കളാണ്. 6.1 വിഭാഗത്തിൽ വരുന്നത് കീടനാശിനികൾ വരുന്നുണ്ട്, സയനൈഡ് വരുന്നുണ്ട്, മെത്തനോൾ വരുന്നുണ്ട്, ഫോർമേഡ് സൈഡ് വരുന്നുണ്ട്. പിന്നെ അലുമിനിയം 4.2 എടുക്കുമ്പോൾ വീണ്ടും അലുമിനിയം വരുന്നുണ്ട്, പോർഡർ വരുന്നുണ്ട്, അയൺ സൾഫൈഡ് വരുന്നുണ്ട്, കോൾ ടാർ പിച്ച് വരുന്നുണ്ട്, 4.1 കമ്പോർ വരുന്നുണ്ട്, ഫോസ്ഫറസ് വരുന്നുണ്ട്, നാഫ്തലിൻ വരുന്നുണ്ട്, നിട്രോസെല്ലുലോസ് വരുന്നുണ്ട്. ഇതെല്ലാ രാസവസ്തുക്കളും പ്രശ്നമാണ്. അത് ഖരവസ്തുക്കൾ, ദ്രാവക വസ്തുക്കൾ, ദ്രവവസ്തുക്കൾ ഇങ്ങനെ 3 വിഭാഗത്തിലാണ് വരുന്നത്. ഈ 3 വിഭാഗത്തിൽ വരുന്നതും വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ അവിടെ വെച്ച് തീപിടിക്കുമ്പോൾ ഇതിൽ അട്ടിമറിയുണ്ടോ നമുക്കറിയില്ല. ആഴക്കടലിൽ വെച്ച് തീപിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് അണയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിനകത്ത് നിന്ന് പുറത്തു വരുന്ന വാതകങ്ങൾ അന്തരീക്ഷത്തിൽ കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നം, കടൽ തീരത്തുണ്ടാകുന്ന പ്രശ്നം, അതുപോലെ തന്നെ കടലിന്റെ ജൈവ വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്ന പ്രശ്നം, പവിഴപ്പുറ്റുകൾക്ക് ഉണ്ടാക്കുന്ന ദീർഘകാല പ്രശ്നങ്ങൾ. അപ്പൊ സമുദ്ര മലിനീകരണം വളരെ ഗൗരവതരമായ ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. പിന്നെയാണ് കരയിലും കടലിലും ഉണ്ടാകുന്ന പാരിസ്ഥിതിക വിഷയങ്ങൾ. ഇതിനെതിരെയൊക്കെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഗൗരവതരമായി നാം ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ രണ്ടാമത്തെ സംഭവമാണ്. ഒന്നാമത്തെ സംഭവം കൊച്ചിയിൽ MSC കപ്പൽ മറിഞ്ഞു, അതിന്റെ വേറെ വിഷയങ്ങൾ, അത് കണ്ടെയ്നറിന്റെ കഥ, അത് വേറെ വലിയ കഥയായി മാറി. അപ്പോഴാണ് ഇവിടെ ബേപ്പൂരിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത്. ഇതിന്റെ ഒരു വലിയ ഒരു കുഴപ്പം ഐക്യരാഷ്ട്ര സഭയും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനും അന്താരാഷ്ട്ര സംഘടനകളും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നേവിയും എല്ലാവരും ഈ കപ്പൽ യാത്രയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ഏജൻസികളും പറയുന്നത് ഇതിന്റെ സ്റ്റോറേജ്, ഇത് കൊണ്ടുപോകുന്ന വഴി, അതുപോലെ തന്നെ കപ്പൽ പാത്തി അല്ലെങ്കിൽ കപ്പലിന്റെ പാത, ഇതെല്ലാം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഇതിൽ പല രാസവസ്തുക്കളും പരസ്പരം കണ്ടുപോലും കൂടാ, അങ്ങനെ നമ്മൾ പറയുന്നത് കണ്ടുകൂടാ മീൻസ് അവർ സ്പർശിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അതിന്റെ ഗന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാൻ പാടില്ല. പിന്നെ ഇത് ഈ കണ്ടെയ്നറുകൾ ടൈറ്റ് ആയാലും പ്രശ്നമാണ്, പൊട്ടാൻ സാധ്യതയുണ്ട്, തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ടുപോകുന്നതിന് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരുപാട് നോംസ് ഉണ്ട്. 25 മുതൽ 30 വർഷം വരെയാണ് ഒരു കപ്പലിന്റെ ആയുസ്. ഇപ്പോൾ അവിടെ 20 വർഷമേ ആയിട്ടുള്ളൂ ഇപ്പൊ കൊണ്ടുപോയ കപ്പൽ എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കപ്പലിന്റെ സ്ട്രക്ചറൽ വ്യത്യാസം വരാൻ സാധ്യതയില്ല, വെസൽസിനും കുഴപ്പം വരാൻ സാധ്യതയില്ല. ഇനി സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിക്ക് കുഴപ്പമുണ്ടോ, വെസലിന്റെ സ്റ്റെബിലിറ്റിക്ക് കുഴപ്പമുണ്ടോ? പിന്നെ കപ്പലിന്റെ അപ്പർ ഡോക്ക് യാർഡിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്, ഇഞ്ചിന്റെ അടുത്തല്ല. അപ്പോൾ പിന്നെ ഇഞ്ചിനുമായി ബന്ധപ്പെട്ട വാതകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടല്ല ഈ തീ കത്തൽ ഉണ്ടായത്. അപ്പോൾ ഇതിനെയൊക്കെ സംബന്ധിച്ച് കുറെ നിഗൂഢതകൾ ഉണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇത് ചർച്ച ചെയ്യപ്പെടണം. അതുപോലെ തന്നെ ഈ രാസവാതകങ്ങൾ, ഖരപദാർത്ഥങ്ങൾ, ഈ ദ്രാവക പദാർത്ഥങ്ങൾ എത്രമാത്രം പ്രദേശത്ത് ഏതൊക്കെ തരത്തിൽ എത്ര കാലം ദുരിതങ്ങൾ ഉണ്ടാക്കും, എന്തെല്ലാം തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാക്കും, അത് മത്സ്യസമ്പത്തിനെ എങ്ങനെ ബാധിക്കും, കടലിലെ ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും, കടലിന്റെ ഓക്സിജന്റെ അളവിനെ എങ്ങനെ ബാധിക്കും, ഇങ്ങനെ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ചിരപരിചിതമല്ലാത്ത ഒരു കേസാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഴത്തിലുള്ള പഠനങ്ങൾ
ഹ്രസ്വകാലത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക, ദീർഘകാലത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക, ഇത് രണ്ടും പഠന വിധേയമാക്കേണ്ടതുണ്ട്. അത് കടലിൽ എന്ത് സംഭവിക്കും, കരയിൽ എന്ത് സംഭവിക്കും, മനുഷ്യർക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ. കാരണം പല അസുഖങ്ങൾ വരുന്നത് ഇതുപോലത്തുള്ള കേസൊക്കെ വരുമ്പോൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് ദീർഘകാലത്തിലാണ്, ഒരു ദിവസം രാവിലെ കൊണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആവാസ വ്യവസ്ഥയ്ക്കും അതിന്റെ കരയിൽ താമസിക്കുന്നവർക്കും എന്തെന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്നുള്ളത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുകയും അതിനാവശ്യമായ മുൻകരുതലുകൾ ഉണ്ടാവുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെ പഠനങ്ങൾ ഇതിന് തീ അണച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ പുക കഴിഞ്ഞത് കൊണ്ടോ മാത്രം തീരുന്ന വിഷയമല്ലത്. തീർച്ചയായും ഇതിനെ സംബന്ധിക്കുന്ന സമഗ്രമായ അന്വേഷണം ശാസ്ത്രീയമായും സാങ്കേതികമായും ഭരണപരമായും നടക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഇപ്പോൾ കാണുന്ന ഒരു കാര്യം, എങ്ങനെയെങ്കിലും അത് രക്ഷപ്പെട്ടു പോകാനുള്ള രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് അനുവദിച്ചുകൂടാ. നമ്മുടെ തീരം അശാന്തമാകുന്നിടത്തോളം മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ കരയിൽ ജീവിക്കുന്നവർക്കും മത്സ്യസമ്പത്ത് എടുക്കുന്നവർക്കും കഴിക്കുന്നവർക്കുമൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സീരിയസ് ആയി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു മേഖലയായി മാറിയിട്ടുണ്ട്.